നെതന്യാഹു കൽപ്പിച്ചതും ട്രംപ് ഇച്ഛിച്ചതും ചെറ്റത്തരം, അതായത് യുദ്ധമാണെന്ന് നമുക്ക് തീർത്ത് പറയാനുള്ള എല്ലാ കാര്യങ്ങളുമായി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ട്രംപ് ഇപ്പം ഇന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്, ഡീലുകളൊന്നും ഇനി മുന്നോട്ട് പോകുന്നില്ല, എല്ലാ ഡീലുകളും ഞാനിത് റദ്ദ് ചെയ്യുന്നു, ഇറാനികൾ നുണയന്മാരാണ്, അതുകൊണ്ട് അവരുമായിട്ട് ഒരു ഡീലിനും നല്ലതല്ല എന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ നുണയനും ലോകത്തിലെ ഏറ്റവും വലിയ നാറിത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റ്. അത് നല്ല വൃത്തിക്ക് വെടിപ്പായിട്ട് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉടമ്പടി കരാറിൽ നിന്നും അമേരിക്ക റദ്ദ് ചെയ്യാനെന്നുള്ള ഒരു പ്രഖ്യാപനം കൂടെ വന്നിട്ടുണ്ട്. ഇതായിരുന്നു ആ പ്രഖ്യാപനം. It's a very interesting question. To me, I think it's over. I don't want to deal with them anymore. They're scum. You know what scum is? They're scum. They're sick people. They're led by sick people. കേട്ടല്ലോ, അതായത് ഈ ഒരു കരാറ് ഇപ്പം എന്താ പറയുക, ഓരോ കരാറുകളും, ഈ ഒരു കരാറ് നമുക്ക് പറയാൻ പറ്റില്ല, ഓരോ കരാറുകൾ വരുമ്പോഴും ആ കരാറിൽ നിന്ന് പിന്മാറാറുള്ളതും അല്ലെങ്കിൽ ആ കരാറിൻ്റെ ഒരു ഉടമ്പടികളും പാലിക്കാത്തതും അല്ലെങ്കിൽ കരാറിൻ്റെ സംസാരങ്ങൾ നടക്കുമ്പം അങ്ങോട്ട് കയറി യുദ്ധം ചെയ്യുന്ന രാജ്യമാണ് അമേരിക്ക. അക്കൂട്ടത്തിൽ അമേരിക്കയുടെ വളർത്തുപട്ടികളാണ് ഇസ്രായേൽ എന്നുള്ളത് വ്യക്തമായിട്ട് കഴിഞ്ഞ ദിവസം അബ്ബാസ് അറാച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഉണ്ടായിരുന്ന ആക്രമണം നമ്മൾ കണ്ടു, ഇന്നലെയല്ല ഇന്ന് പുലർച്ചെ ഉണ്ടായിട്ടുള്ള ആക്രമണം കണ്ടു, തിരിച്ച് ഇറാൻ അടിച്ചതായിട്ട് നമ്മൾ കണ്ടു. ഇതെല്ലാം കൂടെ മനംനൊന്ത്, അതല്ലെങ്കിൽ ലോക പോലീസ് എന്ന് അറിയപ്പെടുന്ന ലോക തെമ്മാടികൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എന്ത് ലോക തമ്മാടികൾ ചെയ്തു കഴിഞ്ഞാലും ആ തമ്മാടികളുടെ മുഖത്തടിക്കുന്ന പോലെ ഇറാൻ തിരിച്ചടി കൊടുക്കുന്നതിൻ്റെ അവസ്ഥ അവർക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ട് ഇനി കരാറും കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് യുദ്ധം തന്നെ ചെയ്യാം. അതായത് നാളത്തെ ഈ ഒരു ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള കാംനയുടെ കബറടക്കം കഴിയുന്നതോടുകൂടി ഏത് രീതിയിലായിരിക്കും ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു രൂക്ഷമായിട്ടുള്ള യുദ്ധമാവാൻ ചിലപ്പോൾ ഇന്ന് രാത്രി തന്നെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു എന്ന് വരാം. അതിൻ്റെ എഫക്റ്റ് ഇപ്പം തന്നെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ കണ്ടു കഴിഞ്ഞു. ഓൾറെഡി നിഫ്റ്റി 300ഓളം പോയിന്റ് ഡൗൺ ആയി കഴിഞ്ഞു. ഈ ഒറ്റ പ്രസ്താവന വന്നതോടുകൂടി എല്ലാത്തിലും അതിൻ്റെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ബുദ്ധിമുട്ടിലോട്ട് അല്ലെങ്കിൽ ലോകം മൊത്തത്തിൽ ഈ ഒരു യുദ്ധത്തിൻ്റെ പേരിൽ കഷ്ടതകൾ അനുഭവിക്കാൻ പോകുന്ന ഒരു അവസ്ഥ. ട്രംപിൻ്റെ പ്രസ്താവനകളായിരുന്നു ഭയങ്കര. അതായത് താൻ എന്താണോ, ട്രംപ് എന്താണോ അല്ലെങ്കിൽ നെതന്യാഹു എന്താണോ, അവന്മാരുടെ അതേ സ്വഭാവം അത് അതുപോലെ ഇറാൻ്റെ മേലോട്ട് പറഞ്ഞുകൊണ്ടായിരുന്നു ട്രംപിൻ്റെ സംസാരം. അത് കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. അതായത് ചർച്ചയുടെ അവസാനം ആയിക്കഴിഞ്ഞു, ഇറ്റ്സ് ഓവർ. അതായത് ഈ പറഞ്ഞ ഇത് റദ്ദായിട്ടുണ്ട്. നിലവിലെ ഇറാൻ നേതൃത്വം നുണയന്മാരും ചതിയന്മാരുമാണെന്നും അവരുമായിട്ടുള്ള ഇടപഴകുന്ന സമയം വെറും സമയനഷ്ടമാണെന്നും ട്രംപ് വ്യക്തമാക്കിക്കൊണ്ടുള്ള പ്രസ്താവനയായിരുന്നു ട്രംപിൻ്റെത്. And they're vicious, violent people. And if they had a nuclear weapon, they'd use it. As far as I'm concerned, it's over. I'll speak to our negotiators. They want to negotiate. They're good people. ആണവായുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കരാറിലെത്തിയാൽ പോലും അവർ തൊട്ടടുത്ത നിമിഷം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പോയി അത് നിഷേധിക്കുന്നത് എന്നാണ് കുറ്റപ്പെടുത്തിയത്. നമുക്കറിയാം യഥാർത്ഥത്തിൽ ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പച്ചക്കളവ് വിളിച്ച് പറയുന്നത് അത് ഇറാനല്ലായിരുന്നു, അത് ഈ പറഞ്ഞ ട്രംപ് തന്നെ ആയിരുന്നു. ഞാൻ കരാറിലെത്തിച്ചു, കരാറിൽ മുട്ടിച്ചു, കരാറിൽ മൂക്ക് കുത്തിച്ചു എന്നൊക്കെ ട്രംപാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞിട്ടുള്ളത്. കരാർ തുടങ്ങുമ്പോഴും കരാർ അവസാനിക്കുമ്പോഴും ഇറാൻ പറഞ്ഞിട്ടില്ല ഒരു കരാറുകളും ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്, ഞങ്ങൾ വിളിച്ചിട്ടാണ് കരാർ ഉണ്ടാക്കിയത് എന്നല്ല പറഞ്ഞത്, അമേരിക്കയാണ് കരാർ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ട്രംപിൻ്റെ ആദ്യ വാദം തന്നെ അവിടെ പൊളിഞ്ഞു വീഴുക ചെയ്തത്. ട്രംപാണ് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പോലും അവസാനിപ്പിച്ച് ട്രംപാണെന്നും പറഞ്ഞ ട്രംപ് നടക്കുന്നത്. അപ്പം ട്രംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിന് വിലയില്ലാത്ത വെറും ഒരു പടുക്കിളവനായിട്ടാണ് ഇപ്പം ലോക നേതാക്കൾ മൊത്തം കാണുന്നത്. പക്ഷെ അമേരിക്കയുടെ പ്രസിഡന്റ് ആയതുകൊണ്ടും അമേരിക്കയുടെ ഡോളർ വെച്ചിട്ട് ലോകം ഭരിക്കുന്നത് കൊണ്ടും മാത്രം മിണ്ടാണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം ലോകരാജ്യങ്ങൾ. ഇപ്പം ഇന്ത്യ അടക്കം നമ്മളിങ്ങനെ എന്താ പറയുക പോലെ വളഞ്ഞിരിക്കാനുള്ള കാരണം ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. ഇവരുമായിട്ടുള്ള വിനിമയം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് മാത്രം. ഇനി രണ്ടാമത്തെ ട്രംപിന്റെ പ്രസ്താവന എങ്ങനെയായിരുന്നു? Steve Witkoff, Jared Kushner, but they have to come back to me. As far as I'm concerned, it's just a waste of time dealing with them. They're liars. We make a deal, and if I make a deal with him, we have a deal, and he goes out, he talks. We make a deal. Everyone's agreed. No nuclear weapon. We make a deal. They go outside, talk to the press. They say we never even talked about it. There's something wrong with them. They're cuckoo. As far as I'm concerned, it's over. I'll let our wonderful negotiators keep talking if they want, but I don't see it. I don't like these people. You know that? I like him. I like the leaders. I think all of these leaders. Great. And they love. I think they didn't treat the United States fairly for many years, but that's okay. But they're sane, rational, good people. Most of them. I don't like a couple of them, to be honest with you. But there are a couple I don't like much.
അതായത് തനിക്ക് വ്യക്തിപരമായിട്ട് അവരുമായിട്ട് ഇനി ഒത്തുപോകാൻ താല്പര്യമില്ല എന്നും തന്റെ ചർച്ചാ പ്രതിനിധികളായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ്, ജാർഡ് കുഷ്ണർക്ക് താല്പര്യമുണ്ടെങ്കിൽ ചർച്ച തുടർന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്കതിൽ വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല, ഇത് മുന്നോട്ട് പോകില്ല എന്നാണ് എൻ്റെ പക്ഷം എന്നാണ് ട്രംപ് പറഞ്ഞത്. സത്യമാണ്. കാരണം അവിടെ ആരൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞാലും നെതന്യാഹു വരയ്ക്കുന്ന വരൻ്റെ അപ്പുറത്തോട്ട് ട്രംപ് ചാടില്ല എന്ന് നമുക്കറിയാം. ഇനി അതിൻ്റെ അപ്പുറത്തോട്ട് ട്രംപ് ചാടണമെങ്കിൽ അതിൻ്റെ അത്രയും വലിയൊരു ഡീൽ അല്ലെങ്കിൽ ഒരു ലാഭം ട്രംപിന് അവിടെ അല്ലാണ്ടൊന്നും ട്രംപ് ചാടൂല. അതല്ലാണ്ട് നെതന്യാഹു വരച്ച വരയുടെ ഒരറ്റത്ത് എപ്സ്റ്റീൻ ഫയൽസും മറ്ററ്റത്ത് പല ടൈപ്പ് ഫയൽസുകളും ഇങ്ങനെ ബ്ലാക്ക് മെയിലിംഗ് റെഡി ആയിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ട്രംപ് ഇച്ചിരി പൊളിക്കും. ട്രംപ് അങ്ങോട്ട് ചാടണമെങ്കിൽ പിന്നെ ബാക്കിയുള്ള ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദവും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് പേരിനൊരു ചർച്ച ഇങ്ങനെ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കും. ഇനി നെതന്യാഹു വരുന്ന ഒക്ടോബറിൽ നെതന്യാഹുവിൻ്റെ സ്ഥാനം തെറിച്ച് അവിടെ പുതിയൊരു ഒരു പ്രധാനമന്ത്രി, പ്രൈം മിനിസ്റ്റർ ഈ പറഞ്ഞ ഇസ്രായേലിന് വന്നു കഴിഞ്ഞാൽ അവരുമായിട്ട് പുതിയ സഖ്യകക്ഷി ഉണ്ടാക്കുക ട്രംപ് ചെയ്യത്തുള്ളൂ. അതുവരെ ട്രംപ് ഈ യുദ്ധം നെതന്യാഹുവിന് വേണ്ടി പേടിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു ബേസ് കാര്യം. And I deal with these guys and I say, this is from a different school. They're liars, they're cheats, they're sick people, they've hurt their people. They killed 54,000 people as of now that were protesting. You know, when people say, how come they haven't taken over? They can't take over because they're dead. They killed them. Nobody's going to take over. They have no guns and the other side has machine guns. And they're killing them. The press doesn't report it. But they're bad people. They're bad people. And frankly, I don't want to waste my time with them. Now, ഇത് മാത്രമല്ല, അവിടെയും കൊണ്ട് നിർത്തുന്നില്ല. ഇറാന്റെ ഭരണകൂടം, അതായത് ഇറാന്റെ ഭരണാധികാരികൾ ക്രൂരന്മാരാണെന്നും അക്രമാസക്തരുമാണെന്ന് ട്രംപ് കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ആര് യുദ്ധം സ്റ്റാർട്ട് ചെയ്തു, ആര് കുട്ടികളെ കൊന്നു, ആര് മനുഷ്യന്മാരെ ഇല്ലാണ്ടാക്കി, ആരാണ് യുദ്ധമായിട്ട് മുന്നോട്ട് വന്നത് എന്നുള്ളതും എല്ലാവർക്കും അറിയാം. അപ്പോഴും ഇറാനെ കുറ്റം പറയുമ്പോഴും യഥാർത്ഥത്തിൽ പ്രതിസ്ഥാനത്തുള്ളത് ട്രംപും നെതന്യാഹുവും തന്നെയെന്ന് വീണ്ടും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ട്രംപിൻ്റെ ഓരോ പ്രസ്താവനകളും. അത് മാത്രമല്ല, അവരുടെ കയ്യിൽ ആണവായുധം കിട്ടിയാൽ അത് അവർ പ്രയോഗിക്കുമെന്നും പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ അവർ 54,000-ഓളം ആളുകളെ കൊന്നൊടുക്കിയെന്നുമാണ് പറയുന്നത്. ഇപ്പം ഈ ഒരു അവസരത്തിൽ യുദ്ധം ചെയ്ത് ഇത്രയും ദിവസത്തിനിടയ്ക്ക് ഒരു തരത്തിലുള്ള ആഭ്യന്തര കലാപം ഇറാനിൽ ഉണ്ടായിട്ടില്ല. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ആഭ്യന്തര കലാപം ഉണ്ടെന്നും പറഞ്ഞിട്ട് ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും മൊസാദും CIA അവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ള ചെറ്റത്തരങ്ങൾ കണ്ടുപിടിക്കുക, അവന്മാരെ ഓരോന്നിനെടുത്ത് തൂക്കി കൊന്നുകയും ചെയ്തിട്ടുണ്ട്. അത് ഇറാൻ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനിയും അവിടെ കയറി ചൊറിയാൻ ചെന്ന, അത് മൊസാദ് ആണെങ്കിലും വേണ്ടില്ല, CIA ആണെങ്കിലും വേണ്ടില്ല, ഇനി അവരെ കൂട്ടുപിടിക്കുന്ന ഏതൊക്കെ ഭീകരവാദികൾ ഇറാനിലുണ്ടെങ്കിലും അവരെല്ലാം ഇറാൻ തൂക്കിയിരിക്കും. അത് 54 ആണെങ്കിലും 100,000 ആണെങ്കിലും അത് ചെയ്യേണ്ട കാര്യം വ്യക്തമായിട്ടും വൃത്തിയായിട്ടും ഇറാൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞപ്പം ഇനി അവിടെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ട്രംപ് നേരിട്ടിട്ട് ഇറാൻ പോലും അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാത്ത യുദ്ധം സ്റ്റാർട്ട് ചെയ്ത് അവിടെ ഇത്ര ആൾക്കാരെ കൊന്നു തീർത്തത്. അപ്പം അക്കാര്യം വ്യക്തമായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആരാണ് ക്രൂര്, ഇറാൻ നേതാക്കളാണോ, ട്രംപാണോ, നെതന്യാഹു ആണോ എന്ന് വീണ്ടും ട്രംപിൻ്റെ ഈ ഒരു പ്രസ്താവനയെ കൂടെ ലോകത്തിലെ ആൾക്കാർ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അല്ലേ. ഈ കാരണങ്ങളും പറഞ്ഞിട്ട് അങ്ങോട്ട് യുദ്ധത്തിന് പോയിട്ട് ഇപ്പോൾ അവസാനം ഒന്നുമില്ല, വെറും ആണവായുധം പറഞ്ഞ് ഹോർമോസ് കടലെടുക്കും പറഞ്ഞ് തോറ്റമ്പി ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന ട്രംപിനെയും നെതന്യാഹുവിനെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നെതന്യാഹു തന്തയായതുകൊണ്ട് സംഘികൾ ഇപ്പോഴും സമ്മതിച്ചു കൊടുത്തിട്ടില്ല. കാരണം സംഘികളുടെ തന്തയാണെന്ന് മോദിജീനെ അവിടെ പോയിട്ട് നെതന്യാഹുവിനെ ചാർത്തി കൊടുത്തതുകൊണ്ട് സംഘികൾക്ക് ഇപ്പോഴും സമ്മതിച്ചു തരാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ വീഡിയോയുടെ താഴത്തെ കമൻറ്റുകളിൽ കാണാം. സ്വന്തം തന്ത അല്ലെങ്കിൽ സംഘികളുടെ മൊത്തത്തിലുള്ള കുട്ടത്തന്ത ചാവുമ്പോഴും അല്ലെങ്കിൽ ആ തന്ത തോറ്റുകൊണ്ടിരിക്കുമ്പോഴും ഉള്ളൊരു ബുദ്ധിമുട്ട് മാത്രമാണ് സംഘികൾ ഇവിടെ കാണിക്കുന്നത്. പിന്നെ കുറച്ച് മുസ്ലിങ്ങളെ കൊല്ലാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ. കുറേ പേരെ കൊന്നപ്പം സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ യുദ്ധം അങ്ങനെ മുറിക്കുമ്പോൾ അല്ലെങ്കിൽ മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജൂതന്മാർ ചത്തുകൊണ്ടിരിക്കുമ്പോഴേ തന്തയുടെ മറ്റു മക്കളായിട്ടുള്ള മറ്റേ കുടിയിലെ മക്കളായിട്ടുള്ള മക്കൾ ചാവുമ്പം ഈ പറഞ്ഞ സംഘികൾക്ക് ഉണ്ടാകുന്ന ഒരു കുത്തിത്തിരിപ്പും ഒരു ബുദ്ധിമുട്ടുമാണ് നമ്മൾ ഇവിടുത്തെ ഭാരതത്തിലെ സംഘികളെ പറ്റി നമുക്ക് ഇതിനിടയ്ക്ക് പറയാനുള്ളത്. അപ്പം മറ്റ് ലോകരാജ്യങ്ങൾ, അതായത് ഇതേ സമയത്ത് തന്നെ തുർക്കിയിലാണ് ഇപ്പോൾ ഈ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അവിടുത്തെ എന്താ പറയുക, ആ സമ്മിറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്നായിരുന്നു ട്രംപിൻ്റെ ഈ പ്രസ്താവന വന്നിട്ടുള്ളത്. അവിടെ പോയിട്ട് എർദോഗാനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എർദോഗാൻ ഈ യുദ്ധത്തിലോട്ട് വരാണ്ടിരുന്നത് ഞാൻ സമ്മർദ്ദം ചെലുത്തിയോണ്ടാണ്. അതായത് ട്രംപുമായിട്ടുള്ള ഒരു നിപ്പ് വശത്തിൻ്റെ പേരിലാണ് എർദോഗാൻ ഈ ഒരു യുദ്ധത്തിലോട്ട് ഇസ്രായേലിൻ്റെ അടുത്തോട്ടോ അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തോട്ടോ ചായാണ്ടിരുന്നത് എന്നും കൂടെ ട്രംപ് ഇതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് നൈസായിട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇതേ സമയം I like Erdogan. I'll tell you, I like President Erdogan. He rolled out the red carpet. He's terrific. You know, he could have gone into the war. A lot of people saying, like with Bibi, I like Bibi. I think Bibi was a terrific wartime prime minister. But Bibi said rough things yesterday about Turkey and Erdogan. And I said, you know, I spoke to him. I said, he could have gone into the war because he doesn't like Israel much. And he doesn't like Bibi much. And he didn't go because of me. And this is a military power. Millions of soldiers.
Turkey is very strong. They have a lot of our best equipment. തുർക്കിക്ക് F-35 സെൽ ജെറ്റുകൾ കൊടുക്കാൻ അമേരിക്ക പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിനെതിരെ തകർക്കും, അല്ലെങ്കിൽ ഈ തുർക്കിയിൽ പോയി യുദ്ധം ചെയ്യുന്നു ട്രംപിന്റെ മണിയടി വീരനായിട്ടുള്ള നെതന്യാഹു ഇപ്പുറത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. ഇനി ഏത് രീതിയിലാണ് ഇതിന് ഇറാൻ പ്രതികരിക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. നാളത്തോടുകൂടി ഈ കാംനയുടെ കംപ്ലീറ്റ് ആ ഒരു ഫിനറൽ ഫംഗ്ഷനും കബറടക്കവും എല്ലാം കഴിഞ്ഞാൽ ഇനി യുദ്ധം ഏത് രീതിയിലോട്ട് തിരിയും, അല്ലെങ്കിൽ ഇന്ന് രാത്രി എന്തെങ്കിലും സംഭവിക്കുമോ, ഗൾഫ് രാജ്യങ്ങളിലുള്ള പ്രവാസികളെ നിങ്ങളൊക്കെ ഒന്ന് കരുതിയിരുന്നു. കാരണം അമേരിക്ക അറ്റാക്ക് ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മാത്രമായിരിക്കും. അതിൻ്റെ അടി കിട്ടാൻ പോകുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ ബേസുകളിൽ തന്നെ ആയിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് എവിടെയൊക്കെ ഡ്രോണിൻ്റെ അവശിഷ്ടങ്ങളോ മിസൈലിൻ്റെ അവശിഷ്ടങ്ങളോ വഴിമാറി വരുന്ന മിസൈലുകളൊക്കെ എവിടെ വരും എന്നുള്ളതും നമ്മൾ ഇനി കണ്ടു തന്നെ ഇരിക്കേണ്ടി വരും. യുദ്ധം അവസാനിക്കില്ല, ഒരു മഹായുദ്ധത്തിൻ്റെ തുടക്കം പോലെയാണ് ഈ പ്രസ്താവനകളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പം വെയിറ്റ് ആൻഡ് സീ, നമുക്ക് നോക്കാം എവിടെ എത്തും എന്നുള്ളത്. പുതിയ അപ്ഡേറ്റുകൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ബൈ.